ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വേഷം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നണ്ട, ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് നേരെ കോവിലിൽ പോയിട്ട് തന്നിട്ടെടുക്കുന്ന വീഡിയോ കേട്ടോ. അതുകൊണ്ടാണ് ഈ കുറിയും പടലുമില്ല. അപ്പോൾ ഞാൻ എന്താണ് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ, ഞാനിങ്ങനെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പെഡിക്യൂർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ ക്ലീനിങ് വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോ അതായത് ക്ലീനിങ് വീഡിയോ 3 ദിവസത്തെ വീഡിയോ ഞാൻ ഒത്താക്കി ഇട്ടതാട്ടോ. അപ്പോൾ ഞാൻ ഒരാഴ്ച കൂടുതലായി ഞാൻ വീഡിയോ എടുത്തിട്ട്, പക്ഷേ ഇൻട്രോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻട്രോ എടുക്കാതെ വീഡിയോ തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അതായത് ക്ലീനിങ് വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, എല്ലാവരും മറക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹേയ്, അപ്പൊ ഇതെന്താ ക്ലീനിങ് വ്ളോഗ് പറഞ്ഞിട്ട് ചോറിന്റെ വീഡിയോ കാണിക്കണേന്ന് ആർക്കും തോന്നരുത്. അപ്പൊ ആദ്യം തന്നെ പറയാം, ഇത് ഞങ്ങൾ നെയ്യാറ്റിൻകര പൊതിച്ചോറ് കൊടുക്കാൻ ഏറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 പൊതിച്ചോറ് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളി വക എന്തോ സംഭവം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ രാവിലെ തന്നെ പൊതിച്ചോറ് കെട്ടുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. പിന്നെ ഇത് 3-4 ദിവസത്തെ വീഡിയോ ആണ്. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ചിട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് താമസിച്ചു പോയി. അപ്പൊ 3-4 ദിവസത്തെ വീഡിയോസ് ഒത്തു ചേർത്താട്ടോ ചേർന്നെ. അപ്പൊ രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, പൊതിച്ചോറ് വാങ്ങാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ രാവിലത്തെ ക്ലീനിങ് ആയിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുക കേട്ടോ. കാരണം രാവിലെ ഫുഡ് കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അലങ്കോലമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. ഞാനും കൂടെ സഹായിക്കാൻ നിന്നു. എന്നിട്ട് ഞാൻ രാവിലെ കാപ്പി കുടിച്ചിട്ടില്ലായിരുന്നു. മണി 11 എന്തോ ആയിട്ടോ. അപ്പോൾ കാപ്പി കുടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് വയ്ക്കുന്ന ഇതിലായിരുന്നു കേട്ടോ, ഞാൻ തിരക്കിലായിരുന്നു. പിന്നെ അമ്മ കുറച്ച് ഉള്ളിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കണം. കാരണം ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിന്റെ ഇതാട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ കൊത്തു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ അടുപ്പില് സവാള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് ഇതിന്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കും യൂസ്ഫുൾ ആവും. ഇതെന്റെ തട്ടിക്കൂട്ട് കൊത്തു ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുമ്പ് 3 ദിവസം മുമ്പ് എടുത്ത വീഡിയോസ് കേട്ടോ. എല്ലാം ഞാൻ ഒന്ന് ഒത്തു ചേർത്താണ് ഇടുന്നത്. കാരണം ഞാൻ 3 ദിവസം ആയിട്ട് ക്ലീനിങ്ങിന്റെ പുറകിലായിരുന്നു. പിന്നെ ആദ്യത്തെ ക്ലീനിങ് വീഡിയോ എൻ്റെ റൂം മാത്രമായിരുന്നു കേട്ടോ ക്ലീനിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ, അതായത് ഏട്ടൻ്റെ അനിയന്റെ മുറിയാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഹോൾ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ പൊന്നുവിനെ അറിയാലോ, ആള് കളിപ്പാട്ടം 4 ദിക്കിലാണ് വാരി എറിയണത്. അപ്പൊ അതൊക്കെ മൊത്തത്തിൽ ഒന്ന് അടുക്കി എടുത്തു വെച്ചിട്ട് കാര്യമില്ല. 1 മണിക്കൂർ ആകുമ്പോൾ അവള് വീണ്ടും ഇതെല്ലാം വാരി എറിയും. കുട്ടികളായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ അതായത് ഉണ്ണിച്ചേട്ടന്റെ റൂം ക്ലീൻ ആക്കിയതിന് ശേഷം ഹോൾ ക്ലീൻ ആക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ തുടക്കത്തിൽ തന്നെ റൂം ക്ലീൻ ആക്കുന്നതിന് മുമ്പേ തന്നെ ആ ഹോൾ ഒന്ന് ക്ലീൻ ആക്കി. കാരണം മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടന്നു. അപ്പോൾ ആരെങ്കിലും വന്നാൽ കൂടുതൽ ശ്രദ്ധിക്കുക ഹോളല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അതിനെല്ലാം പൊന്നിന്റെ കളിയും ചിരിയും ഉണ്ട്. എല്ലാം വാരി എറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടൊന്ന് ഒതുക്കി മാറ്റി വെച്ചു. അപ്പൊ ക്ലീനിങ്ങിന്റെ വീഡിയോ ഞാൻ ഇടാനുള്ള കാരണം നമ്മൾ ഓണമൊക്കെ വരാൻ പോകണം. അപ്പൊ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കും കേട്ടോ. എല്ലാവരും അങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ ഓണത്തിന് മുമ്പ് നമ്മൾ വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുമല്ലോ. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ചെയ്തത് അടുക്കളയിലാണ് കേട്ടോ. അടുക്കളയിൽ ഇതേപോലത്തെ ഷെൽഫുണ്ട്. ഷെൽഫിലെല്ലാം നമ്മൾ വാരി കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനും അമ്മയും കൂടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. മുകൾ ഭാഗവും താഴ്ഭാഗത്തിലെ ഷെൽഫും അമ്മ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ സഹായത്തിന് പോലെ ഞാൻ ഈ കുപ്പികള്, അതുപോലെ നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം, അത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ ഒരു ഷെൽഫിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ തുടച്ച് വൃത്തിയാക്കി അത് സെറ്റ് ചെയ്യാന്ന് വെച്ചാട്ടോ ഞങ്ങള് എല്ലാം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാന്ന് വെച്ച് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ നല്ല പോലെ പൊടിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന പേപ്പർ ഞങ്ങൾക്ക് മാറ്റണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് പതിയെ പോവാന്ന് വിചാരിച്ചു കേട്ടോ.
ഈ ഒരു സംഭവം കേട്ടോ, ഇത് നമ്മുടെ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ ഒരു കുടക്കീഴിലെല്ലാം കിട്ടുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവം കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. ഇതെന്തോ 12 കുപ്പിയോ എന്തോ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കറക്കി നമുക്ക് എടുക്കാം. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് വാങ്ങുക. നല്ല യൂസ്ഫുൾ അടിപൊളി സാധനം കേട്ടോ. പിന്നെ ഞാൻ ഷെൽഫ് മൊത്തത്തിലൊന്ന് പേപ്പർ വിരിച്ചു. പഴയ പേപ്പർ എടുത്ത് കളഞ്ഞു. അതിൽ മൊത്തത്തിൽ എണ്ണ കാര്യങ്ങളൊക്കെ വരണ്ടിരിക്കുക. നമുക്ക് എന്തായാലും ആഴ്ചയിലൊരിക്കൽ ആ പേപ്പറുകളെല്ലാം മാറ്റേണ്ടി വരും കേട്ടോ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ പേപ്പറുകളെല്ലാം മാറ്റി പുതിയ പേപ്പർ വിരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ഇപ്പുറത്തെ സൈഡിൽ എല്ലാ കുപ്പികൾ, അതുപോലെ തന്നെ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വെച്ചിരിക്കുന്ന പെട്ടി കാര്യങ്ങളൊക്കെ, കുപ്പികൾ, ആ സംഭവങ്ങളെല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മളെ പൊന്നൂനൊന്ന് സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ആള് പിന്നെയും ഫ്രിഡ്ജ് തുറക്കുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് അവളെ കലാപരിപാടിയിലുണ്ട്. അപ്പോഴേക്കും അമ്മ ഇത് മൊത്തത്തിലൊന്ന് തുടച്ച് ഷെൽഫിൽ അടുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനും കൂടെ ഇതൊക്കെ അടുക്കി പറക്കി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് സഹായിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരുപാട് ജോലി അത്രയ്ക്കില്ലായിരുന്നു. കാരണം ബാക്കി ഷെൽഫിലെല്ലാം അമ്മ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരൊറ്റ ഷെൽഫിൽ നമ്മൾ കിച്ചണിൽ വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിനിടയിൽ തന്നെ നമ്മൾ ഈ അടുപ്പിൻ്റെ അകത്തുള്ള ആ പുകയൊക്കെ വീണ അവിടെയൊക്കെ ഒന്ന് പോയാറൊക്കെ ഞങ്ങൾ തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തില്ല. പിന്നെ ഇത് എടുത്തത് ഒരു ദിവസം മുമ്പ് കേട്ടോ. കാരണം എൻ്റെ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഫാൻ അങ്ങ് തുടയ്ക്കാന്ന് വിചാരിച്ചു. ഇത് ചെയ്ത സമയത്ത് പൊന്നു ജസ്റ്റ് ഒന്ന് എൻ്റെ സ്റ്റാൻഡും ഒന്ന് തട്ടിയിട്ടു കേട്ടോ. തട്ടിയിട്ടപ്പോൾ സ്റ്റാൻഡ് പൊട്ടി, ഫോണും പൊട്ടി. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റാതിരുന്നത്. പക്ഷെ പിന്നെ എൻ്റെ സ്റ്റാൻഡും ഫോണൊക്കെ നമ്മൾ ശരിയാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാനൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചിട്ടു. എന്നിട്ട് പൊന്നിൻ്റെ അടുത്ത് ചൂലൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെയൊക്കെ നന്നായിട്ട് മാറാല പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് അടിച്ചു വരിയെടുത്തു. അപ്പോൾ പൊന്ന് വലിഞ്ഞു കയറണം കേട്ടോ. ഇവള് വീഴാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിഞ്ഞു കയറുന്നത്. അപ്പോൾ ഞാൻ പിന്നെ സൈഡിൽ അവിടെ ഉള്ള ഫോട്ടോസ് കാര്യങ്ങൾ ഫ്രെയിംസ് എല്ലാം എടുത്ത് താഴെ കിച്ചൺ ഒരു പലവ വെച്ചിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് പലവയൊക്കെ വെച്ചിരുന്ന പിന്നെ അവിടെയൊക്കെ മൊത്തത്തിലൊന്ന് തൂത്ത് തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി മുഖത്ത് എന്തോ തോർത്ത് ഇട്ട് മറച്ചിട്ട് വേണം പൊടിയൊക്കെ തുടയ്ക്കാനെന്ന്. എടാ അത് എനിക്ക് അലർജി അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അത് പറയുന്നത് കാര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് ഓർക്കില്ല. ഞാൻ ഇങ്ങനെ ശീലിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ തോർത്തൊന്നും വെച്ച് മറക്കില്ല കേട്ടോ. അതാണ് സത്യം. അത് ശീലിച്ചു പോയി. അപ്പോൾ ഇനി ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാൻ നോക്കാട്ടോ ഇനി ക്ലീൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ നേരെ ഉണ്ണിച്ചേട്ടൻ്റെ മുറിയിലോട്ട് വന്നു. അവിടെ അതിന്റെ മുകളിലായിട്ട് അതിനെന്താ പറയുന്നേ, എന്തോ സംഭവം അതിന്റെ മുകളിൽ കാര്യം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അവിടെ നിന്ന് എല്ലാ സംഭവങ്ങളും, അതായത് എല്ലാ അൽക്കുറിച്ച സാധനങ്ങളും എല്ലാം ഞങ്ങൾ താഴോട്ട് ഇറക്കി. പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ ഫാൻ എന്ന് വെച്ചാൽ വെള്ള കളറിൽ ലീഫാട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി പിടിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അലമാരയുടെ മുകളിലായിട്ട് അമ്മയുടെ കലാപരിപാടികളായിട്ട് ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം മുകളിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പൊന്നൂന്റെ കുഞ്ഞിലത്തെ സംഭവങ്ങളും സൈക്കിളും എല്ലാം. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞങ്ങൾ അവിടെ വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് നമ്മൾ അതിന്റെ മുകളിലായിട്ട് അടുക്കി വെക്കുക കേട്ടോ. വലയൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി. പിന്നെ പേപ്പർ ഒന്നും വിരിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഡയറക്റ്റ് അങ്ങ് വയ്ക്കാന്ന് വിചാരിച്ചു. എല്ലാം അടുക്കി സെറ്റാക്കി വെച്ചിട്ട്. അപ്പൊ എൻ്റെ റൂം ക്ലീനിങ് വീഡിയോസില്, അതായത് എൻ്റെ മുറിയില് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കണം. പക്ഷെ ഇതിന്റെ ഈ ഉണ്ണിച്ചാന്റെ മുറിയില് എന്ന് വെച്ചാല് നമുക്ക് അലമാര നീക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള അലമാരയാണ്. അതുകൊണ്ട് നീക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് 2 ചേട്ടന്മാരും കൂടെ നിന്നാലേ ഈ അലമാര നീക്കാൻ പറ്റൂ കേട്ടോ. പക്ഷെ രണ്ടുപേരും അന്ന് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അലമാര നീക്കാനൊന്നും പറ്റിയില്ല. നമുക്ക് പറ്റുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക, അതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചൂലൊക്കെ എടുത്ത് ആ മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് എടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് ചെറുതൊരു ഇതൊക്കെ കാണും. ഇതൊക്കെ നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഷെൽഫ്, അവിടെയും ഒരു ഷെൽഫുണ്ട്. അവിടെ മാത്രമല്ല എൻ്റെ മുറിയിലും ഷെൽഫുണ്ട് കേട്ടോ. അപ്പോൾ ഷെൽഫുണ്ട്. അവിടെ തുണികളൊക്കെ അലങ്കോലമായിട്ട് കിടന്നു. അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി അങ്ങ് വെച്ചു കേട്ടോ.
പിന്നെ അമ്മ കട്ടിലിന്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ കട്ടിലൊക്കെ ഒരു ഇതം കിടക്കുകയാണ് നമ്മളെല്ലാം വാരി ഇട്ടത് കൊണ്ട്. പിന്നെ ഇത് അമ്മയുടെ തയ്യൽ മെഷീനാട്ടോ. ഇവിടെയും ഒരുപാട് തുണിയും കാര്യങ്ങളൊക്കെ കൊണ്ട് വച്ചിരിക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ആക്കി എടുത്തോട്ടോ. പിന്നെ ഞാൻ കട്ടിൽ വൃത്തിയാക്കാന്ന് വിചാരിച്ചു, ഉണ്ണിച്ചാൻ്റെ മുകളിലെ കട്ടില്. അപ്പോൾ ഇവിടുത്തെ തലങ്ങണിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ചെടുത്തു കേട്ടോ. ഇത് ഞങ്ങൾ ഒരിടത്തുനിന്ന് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. നല്ല ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തോട്ടോ. അപ്പോൾ ഇത്രയുള്ള